വിരസത മാറ്റാൻ വേണ്ടി മാത്രം ഒരാളെ പ്രണയിച്ചു തുടങ്ങുക, കേവലം 15 ദിവസത്തെ ആയുസ് മാത്രം പ്രണയത്തിന് കൽപ്പിച്ചു കൊടുക്കുക തുടങ്ങിയ വിചിത്രമായ കാര്യങ്ങൾ പരീക്ഷിച്ചയാളാണ് ബോളിവുഡ് താരം ട്വിങ്കിൾ ഖന്ന. പക്ഷേ പ്രണയത്തിൽ പരീക്ഷണങ്ങൾ നടത്തിയ ട്വിങ്കിളിനെ ജീവിതം അതിശയിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. ആരെയാണോ പ്രണയിച്ചുപേക്ഷിക്കാൻ ട്വിങ്കിൾ തീരുമാനിച്ചത്, അയാളോടൊപ്പം ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അവസരമാണ് ട്വിങ്കിൾ ഖന്നയ്ക്ക് ലഭിച്ചത്. ബോളിവുഡ് താരങ്ങളായ ട്വിങ്കിൾ ഖന്നയുടെയും അക്ഷയ് കുമാറിൻ്റെയും പ്രണയ ജീവിതം പ്രത്യേകിച്ച് പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്തതാണെങ്കിലും വളരെ രസകരമായിരുന്നു അവരുടെ കെമിസ്ട്രി. 20 വർഷമായി സുന്ദരമായ ഒരു ദാമ്പത്യമാണ് ഇരുവരും ചേർന്ന് നയിക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിലെ വിരസതയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഒരു പ്രണയം വേണം. പക്ഷേ അതൊരു ദീർഘകാല ബന്ധത്തിലേക്ക് പോകരുത്. ഇടക്കാലത്തേക്ക് ഒരു പ്രണയം, അത്രമാത്രം. അക്ഷയ് കുമാറിനെ ആദ്യമായി കണ്ടപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ തനിക്ക് പ്രണയമൊന്നും ഉണ്ടായില്ലെന്നും ഒരു ഇടക്കാല പ്രണയമായി മാത്രമാണ് കണ്ടിരുന്നതെന്നും പല അഭിമുഖങ്ങളിലും ട്വിങ്കിൾ ഖന്ന തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോകെ പോകെ തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് കോഫി വിത്ത് കരൺ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ട്വിങ്കിൾ വെളിപ്പെടുത്തിയിരുന്നു. പ്രണയം പുരോഗമിക്കുന്ന സമയത്ത് ട്വിങ്കിൾ ആമിർ ഖാനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. ആ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുമെന്ന് ട്വിങ്കിളിന് ഏകദേശം ഉറപ്പായിരുന്നു. ആ സമയത്താണ് അക്ഷയ് ട്വിങ്കിളിനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. പടം വിജയിക്കുമെന്ന പ്രതീക്ഷയുള്ള ട്വിങ്കിൾ അക്ഷയ്ക്ക് മുന്നിൽ ഒരു ഉപാധി വെച്ചു. ഈ പടം പൊട്ടിയാൽ വിവാഹം കഴിക്കാം. ഇതായിരുന്നു ട്വിങ്കിളിൻ്റെ ഉപാധി. എന്നാൽ ഇക്കുറിയും വിജയം അക്ഷയ്ക്ക് അനുകൂലമായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ചിത്രം വിജയിച്ചില്ല. അക്ഷയ്ക്ക് നൽകിയ വാക്കു പാലിച്ചുകൊണ്ട് ട്വിങ്കിൾ വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ 2001 ജനുവരി 17 അക്ഷയും ട്വിങ്കിളും വിവാഹിതരായി. വിവാഹത്തോടെ സിനിമാ മേഖലയോട് വിട പറഞ്ഞ ട്വിങ്കിൾ എഴുത്തിലേക്കും ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്കും തിരിഞ്ഞു. ആരവെന്നും നിതാര എന്നും പേരുള്ള 2 കുട്ടികൾക്ക് ജന്മം നൽകി. എഴുത്തിൽ ഭാഗ്യം പരീക്ഷിച്ച ട്വിങ്കിളിനെ കാത്തിരുന്നത് ബെസ്റ്റ് സെല്ലറുകളുടെ രചയിതാവ് എന്ന കിരീടമായിരുന്നു. ഭാര്യ എഴുത്തുകാരിയായി തിളങ്ങിയപ്പോൾ വ്യത്യസ്തവും വെല്ലുവിളികളും നിറഞ്ഞ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അക്ഷയ് കുമാർ ബോളിവുഡിൽ നിറഞ്ഞാടി. വ്യക്തിജീവിതത്തിലും കരിയറിലും വളരാൻ ഇരുവരും പരസ്പരം താങ്ങായി നിന്നുകൊണ്ട് മനോഹരമായ ഒരു കുടുംബം കെട്ടിപ്പടുത്തു. ട്വിങ്കിൾ ഖന്നയുമായി പ്രണയത്തിലാകുന്നതിന് മുൻപ് 90കളിലെ ബോളിവുഡ് താരറാണികളിൽ ചിലരുമായി അക്ഷയ് കുമാർ പ്രണയത്തിലായിരുന്നു. പൂജ ബത്ര, ശില്പ ഷെട്ടി, രവീണ ടണ്ടൻ തുടങ്ങിയ താരസുന്ദരികളുടെ പേരുമായി ചേർത്ത് അക്ഷയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. രവീണയുമായുള്ള ബന്ധം വിവാഹ നിശ്ചയം വരെ എത്തിയിരുന്നെങ്കിലും പിന്നീട് അവർ വേർപിരിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീടാണ് ട്വിങ്കിളിനെ കണ്ടുമുട്ടുന്നതും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതും. അഭിമുഖങ്ങളിലും പൊതുവേദികളിലും തമാശ പറയുന്ന ദമ്പതികളാണ് അക്ഷയും ട്വിങ്കിളും. പക്ഷേ ജീവിതത്തെ അത്ര തമാശയോടെയല്ല അവർ സമീപിക്കുന്നതെന്ന് അവരുടെ ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. വിവാഹത്തോടെ സിനിമ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചപ്പോഴും ട്വിങ്കിളിന് കൃത്യമായ കരിയർ പ്ലാനുകൾ ഉണ്ടായിരുന്നു. മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം നേടിയ ട്വിങ്കിൾ 10 വർഷം കൊണ്ട് ബോളിവുഡിലെ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ച ശേഷമാണ് സിനിമാ രംഗം വിട്ടത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് സ്വന്തമായ ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി തുടങ്ങി. അതോടൊപ്പം എഴുത്തും മുന്നോട്ട് കൊണ്ടുപോയി. 2 ബെസ്റ്റ് സെല്ലറുകൾ ഉൾപ്പെടെ 3 പുസ്തകങ്ങൾ രചിച്ച ട്വിങ്കിൾ ഒരു പ്രമുഖ മാധ്യമത്തിൽ മിസ്സിസ് ഫണ്ണി ബോൺസ് എന്ന പേരിൽ ഒരു കോളം എഴുതുന്നുമുണ്ട്. ഇഷ്ടങ്ങൾക്കൊപ്പം നടക്കാൻ പ്രായം ഒരു പ്രശ്നമേ അല്ലെന്ന് വിശ്വസിക്കുന്ന ട്വിങ്കിൾ 50-ാം വയസ്സിൽ UK-യിലെ ഗോൾഡ് സ്മിത്ത് കോളേജിൽ നിന്നും 2023 ഫിക്ഷൻ റൈറ്റിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി. ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അതിനെ പോസിറ്റീവായി സ്വീകരിക്കാൻ ശ്രമിച്ചാൽ ആ മാറ്റങ്ങൾ വിജയിക്കാനുള്ള പടവുകളായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ മാതൃക കാട്ടുകയാണ് ട്വിങ്കിൾ ഖന്ന.